ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സരിഗ സംഗീത വിദ്യാലയം നിങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്, വയലിൻ, അതുപോലെ വായ്പാട്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ക്ലാസ് എടുത്തു തരാം. ദൂരമോ പ്രായമോ ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ ഫോൺ നമ്പർ 7510 520 887. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 860 630 7451. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്ന പാട്ടായിരുന്നു. അതിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. മുറ്റത്തെ മുല്ലയിൽ മുത്തു കിളിർത്തത് മപ മരീസ രി മമ 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 പ മരീസ രി രീസ രി രി മമ മ പ രി മമ 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 പ മരീസ രി മമ മ പ. മുട്ടിനകത്തൊക്കെ പാനി നീ 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 ദാനി ദ ദാനി ദ പ മ പ പാദ പ മ മ പ. അത്രയും നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുറ്റത്ത് മുല്ലയിൽ മുത്തു കിളുത്തത് നീ അറിഞ്ഞോടി. അപ്പൊ ഇവിടെ പാപ്പ എന്നുള്ളത് ഇങ്ങനെ ഇതാ ചേർത്ത് വായും താഴോട്ട് ചേർത്ത് ഒരു ഗമകത്തിൽ വായിക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും. മുറ്റത്തെ മുല്ല മുട്ടിനകത്തൊക്കെ തേൻ നിറഞ്ഞത് നീ അറിഞ്ഞോടി. പാനി നീ 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 ദാനി ദ പ മ മ പാദ പ മ മ. മുറ്റത്തെ മുല്ലയിൽ മുത്തു കിളുത്ത് നീ അറിഞ്ഞോടി. മുട്ടിനകത്തൊക്കെ തേൻ നിറഞ്ഞത് നീ അറിഞ്ഞോടി. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 മുതൽ 4 ക്ലാസ് വരെ പഠിച്ചത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അന്ന് ആ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെമ്മൺ പാതയാണ്, ടാറിട്ടതല്ല. ഇന്നൊക്കെ ടാറിട്ടോ അവിടെ, പക്ഷെ അന്ന് ടാറല്ല, ചെമ്മൺ പാതയാണ്. ആ പാതയിലൂടെ നടന്നാണ് നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ ചേർന്ന് ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ രാവിലെ ചായ ഒക്കെ അടിക്കാനായിട്ട് വരുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ നല്ലവണ്ണം ഇതുണ്ടല്ലോ ശൂളം അടിച്ച് പാടുന്ന ഒരാളാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകൾ നല്ലവണ്ണം ശൂളം അടിച്ച് പാടും. ഇപ്പം അങ്ങനെയുള്ളവരെ കാണാറില്ല, അപൂർവമാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ ഈ ചായയൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ അവിടെ
ചിലപ്പോൾ ആ കടയിൽ പോയി ഞാൻ രാവിലെ ആഹാരം കഴിക്കും. ഞങ്ങളുടെ വല്യപ്പൻ്റെ കൂടെ പോയിട്ട് ആ കടയിൽ പോയി ആഹാരം കഴിക്കും. ഇടിയപ്പവും പാലും വെള്ളമൊക്കെ വല്യപ്പൻ എനിക്ക് അവിടുന്ന് വാങ്ങിത്തരും. അന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചേട്ടനെ ഈ ചായ പിടിക്കുമ്പോൾ ചൂളം അടിച്ചുകൊണ്ട് ഈ പാട്ട്, അന്ന് എനിക്ക് പാട്ടിൻ്റെ മാഹാത്മ്യമൊന്നും അറിയില്ല, പക്ഷേങ്കിലും ഞാനത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഭാഗമാണ് ആ പാട്ടിൻ്റെ പാടി തരുന്നത്. ചൂളം അടിച്ചുകൊണ്ട് മുറ്റത്തെ മുല്ലയിൽ മുട്ടുകിളത്ത് നീയറിഞ്ഞോടി, മുട്ടിനകത്തൊക്കെ തേൻ നിറഞ്ഞത് നീയറിഞ്ഞോടി. മുറ്റത്തെ മുല്ലയിൽ മുട്ടുകിളത്ത് നീയറിഞ്ഞോടി, മുട്ടിനകത്തൊക്കെ തേൻ നിറഞ്ഞത് നീയറിഞ്ഞോടി. അത് കഴിഞ്ഞിട്ട് അപ്പം ഇനി വേറൊരു രസകരമായെന്ന് വെച്ചാൽ രാത്രിയിൽ ഇദ്ദേഹം ഈ ചായക്കടയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ചിലപ്പം 8 മണി 9 മണിയൊക്കെ ആവും. അവിടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അന്നേരം ഭയങ്കര കൂരിരുട്ടാണ്. ഇന്നത്തെ കൂട്ട് റോഡിൽ അങ്ങനെ ലൈറ്റൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല, ലൈറ്റില്ല. അപ്പോൾ ആ കടയിൽ നിന്ന് ചൂളമടിച്ച് പാടാൻ തുടങ്ങുന്ന പുള്ളിയുടെ വീട് വരെ ചൂളമടിച്ച് പാടിക്കൊണ്ട് പോകും. അപ്പോൾ ദൂരേന്ന് നമുക്കറിയാം ഇന്ന ആൾ വരുന്നുണ്ടെന്ന് ഈ ചൂളമടിച്ച് പാടുന്നത്. അപ്പോൾ ഒത്തിരി നല്ല മനോഹരമായ പാട്ടുകളാണ് ഈ ചൂളമടിച്ച് പാടുന്നത്. അപ്പോൾ അത് കേൾക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇപ്പോഴും ആ ചേട്ടനുണ്ട്, ഞാൻ ആ ചേട്ടൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ നിലയിലാണ്. അപ്പോൾ പേര് പറയുമ്പോൾ പണ്ട് എൻ്റെ അച്ഛനെ ഇന്നടത്ത് ഇന്ന ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. ഒരിക്കലും ആക്ഷേപമായിട്ട് ഒരിക്കലും ഇതിനെ, അഥവാ അവരുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ ഒരു ആക്ഷേപമായിട്ട് കാണരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ആ കലാവാസന ശൂളം അടിക്കുന്നതിലൂടെ അദ്ദേഹം പാട്ട് പാടുന്നതിൻ്റെ മനോഹാരിതയാണ് ഞാനിവിടെ വർണ്ണിച്ചത്. അതിലൂടെ എനിക്ക് ആ ചേട്ടനെ ഒന്ന് ഓർക്കുവാനും ഇടയായി. പറഞ്ഞത് അങ്ങനെ കാണാവുള്ളൂ ഇതിനെ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടിമാൻ മിഴിയാളേ സരി സരി നീ 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 എടിമാൻ മൊഴിയാളേ മറുത്തേൻ മൊഴിയാളേ മമ പാദ പ ഇത്രയും വായിച്ചിട്ട് ഐലമാലി ഐലേസമാലി ഐലമാലി പനിത പമാമ
കഴിഞ്ഞിട്ട് ഈ ഹൊയിലമാലി ഐലേസമാലി എന്ന് പറഞ്ഞ് വേറൊരു രീതിയിലെ സംഗതിയിലൂടെ പാടുന്നു. ഹൊയിലമാലി സാദമാലി ഐലേസമാ പാപാദ പമമ ഗാരിഗൽസ പാപാദ പമമ ഗാരിഗൽസ. അപ്പോൾ ഇത് മുറ്റത്തെ മുല്ലയിൽ മുട്ടുകിലത്ത് നീ അറിഞ്ഞോ, മുട്ടിനകത്തെ നിറഞ്ഞു നീ അറിഞ്ഞോടി. കരയിക്കരെ കരയിക്കരെ സരിമ വേണേ നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ എഫക്റ്റ് കൊടുത്ത് നമ്മുടെ സന്തോഷത്തിന് പാടാം. അക്കരയിക്കരെ 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 നിന്ന അക്കരയിക്കരെ നിന്ന ആശ തീരും നിങ്ങളുടെ ആശ തീരും. ഇത്രയാണ് ഈ പാട്ടിൻ്റെ പല്ലവിയും അനുപല്ലവിയും. പല്ലവി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അനുപല്ലവി ഈ ഇത്രയും ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കുക. പഠിച്ച് നിങ്ങൾ കീബോർഡിൽ 3/4 വായിക്കാൻ 6/8 വായിക്കുക. ഈ പാട്ട് ഞാൻ കീബോർഡിൽ വായിച്ച് താളത്തോടു കൂടി വായിച്ച് താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക. കീബോർഡിൽ നിങ്ങൾ പാട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. സരിക സ്കൂൾ ഓഫ് മ്യൂസിക്. ഇനി ഏത് പാട്ടും സരികയിലൂടെ.